നെല്ല് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഒരു വിത്താണ്. അതോ ആണോ പെണ്ണോ? നെല്ല് ശരിക്കും ഒരു പഴമാണ്, മാങ്ങ പോലെ. പക്ഷെ മാംസമില്ലെന്ന് മാത്രം. പുറത്ത് കവറിങ്, അകത്ത് കുരു. സിമ്പിൾ അല്ലേ? ഇത്തരം സിമ്പിൾ പഴങ്ങളെ കാരിയോപ്സിസ് എന്ന് വിളിക്കുന്നു. ഗോതമ്പ്, ഓട്സ്, ചോളം പോലുള്ള ധാന്യമണികളും ഇതുപോലെ തന്നെയാണ്. ഉഴുന്ന്, പെരുമ്പയർ, ചെറുപയർ, മുതിര പോലുള്ള പയർവർഗ്ഗങ്ങളും കോക്കനട്ട്, കാഷ്യൂനട്ട് പോലുള്ള നട്ട്സുമാണ് മറ്റു ചില ഭക്ഷ്യയോഗ്യമായ വിത്തുകൾ. ഇത് നട്ട് നമുക്ക് നെല്ല് വളർത്താൻ സാധിക്കും. അപ്പോൾ ഇതിൽ അമ്മച്ചെടി കുഞ്ഞിന് ആവശ്യമായ പോഷകാഹാരം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ട്രെയിൻ യാത്രയ്ക്ക് പൊതിയെടുക്കുന്നത് പോലെ. അപ്പോൾ ഇതാണ് നമ്മൾ അടിച്ചു മാറ്റുന്നത്. ഒരു മുട്ട കഴിക്കുന്നത് പോലെ കരുതാം. ഒരു നെല്ലുമണിയുടെ ഉള്ളടക്കം: കുഞ്ഞുവാവ, എംബ്രിയോ, ഭക്ഷണപ്പൊതി, എൻഡോസ്പെർമും തവിടും, പിന്നെ സുരക്ഷാ കവചം, ഉമി. നിങ്ങൾക്കറിയാമോ എന്നെനിക്കറിയില്ല, പക്ഷേ ഊർജത്തിനായി മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ 2/3 ഭാഗവും എൻഡോസ്പേമാണ്. തേങ്ങയുടെ മാംസഭാഗവും നീരും എൻഡോസ്പേം തന്നെ. നമ്മുടെ ശരീരത്തിന് വെള്ളമല്ലാതെ കാര്യമായ തോതിൽ ആവശ്യമായ 3 കാര്യങ്ങളാണ് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും. ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ചെറുതാണ്. കാരണം നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ, ഉദാഹരണത്തിന് അരിയുടെ, നല്ലൊരു ശതമാനവും നമ്മൾ ഉടനെ തന്നെ ഊർജത്തിനായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ഈ ഗ്രാഫിൽ കാണിക്കുന്നത് ഒരു നെല്ലിൻ്റെ പുറംചട്ടയിൽ നിന്ന് അകത്തോട്ട് പോകുമ്പോൾ പോഷകമൂല്യത്തിലുണ്ടാവുന്ന വ്യത്യാസമാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 1. നെല്ലും മറ്റ് ധാന്യമണികളും ചുരുക്കം പറഞ്ഞാൽ ഒരു കൊട്ട നിറച്ച് സ്റ്റാർച്ചാണ്. അത് അവിടെ നിൽക്കട്ടെ. 2. ഇനി നെല്ലിൽ ബാക്കി വരുന്ന പോഷകങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഉമിയോട് ചേർന്നാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് തവിടുള്ള അരി കഴിക്കണമെന്ന് പറയുന്നത്. പല സ്റ്റേജ് പ്രോസസ്സിംഗ് കഴിഞ്ഞ് അരി നല്ല വെളുത്ത് കുട്ടപ്പനാകുമെങ്കിലും അതിൻ്റെ പോഷക ഗുണങ്ങൾ കുറവായിരിക്കും. ഇനി സ്റ്റാർച്ച് സംഭവം കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. നിങ്ങൾ സ്റ്റാർച്ചിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതിന് ഏതൊരു ഭക്ഷണമായാലും അതിൻ്റെ ഘടകങ്ങളും അത് ശരീരത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇന്ന് ശാസ്ത്രം വളരെയധികം പുരോഗമിച്ചു എന്നത് മാത്രമല്ല, അതിനെക്കുറിച്ച് അറിയാനുള്ള അവസരങ്ങളും മാർഗങ്ങളും അടിസ്ഥാന സൗകര്യവും ഇന്ന് നമുക്കുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ, അല്ലെങ്കിൽ ആര് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും ഒരു 10-80% സ്റ്റാർച്ചാണ്. നമ്മുടെ എല്ലാ അരി കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, ഗോതമ്പ്, ചപ്പാത്തി, ഉരുളൻകിഴങ്ങ്, ചീനി, അങ്ങനെ പലതും. നമ്മുടെ ശരീരത്തിൽ, അതായത് മനുഷ്യ ശരീരത്തിൽ എല്ലാം കൂടി എണ്ണിപ്പറക്കി കുറഞ്ഞത് ഒരു 100 ട്രില്യൺ സെൽസ് വരും. അതായത് ഒരു 1ഉം കുറേ 0ഉം, അതും 200 തരം സെല്ലുകൾ. ഇതിൻ്റെ സൈസോ 5-10 മൈക്രോമീറ്റർ തൊട്ട് 10-100 മൈക്രോമീറ്റർ വരെ. ഇതിൻ്റെ എല്ലാം തുടക്കം 1/4 mm വരുന്ന ഒരൊറ്റ സെല്ലിൽ നിന്നാണെന്ന് ഓർക്കണം. അപ്പോൾ ഇവയിൽ ഡെഡ് സെൽസ് ഒഴികെ ബാക്കി എല്ലാ സെൽസിനും പ്രവർത്തനത്തിനായി ഊർജം ആവശ്യമുണ്ട്. ഈ നിമിഷം, അടുത്ത നിമിഷം, അതിൻ്റെ അടുത്ത നിമിഷം, ഓരോ നിമിഷവും. മനുഷ്യരെയും മറ്റ് മൃഗങ്ങളെയും ഇലക്ട്രിക് കാറായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ ചെടികൾ സോളാർ പാനൽ ഘടിപ്പിച്ചിട്ടുള്ള ഇലക്ട്രിക് കാറുകളാണ്. നമുക്ക് സോളാർ പാനൽ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒന്നീ ചെടികളുടെ ബാറ്ററി അല്ലെങ്കിൽ മൃഗങ്ങളുടെ ബാറ്ററിയിൽ നിന്ന് ഊറ്റണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ഊർജം. അപ്പോൾ ഈ ഊർജത്തിന് പ്രധാനമായി നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നത് 2 സോഴ്സാണ്. ഒന്ന് ഷുഗർ, അതായത് കാർബോഹൈഡ്രേറ്റുകളും, മറ്റേത് ഫാറ്റ്. ഷുഗർ നമ്മുടെ മുത്താണെങ്കിൽ സ്റ്റാർച്ച് ഒരു മുത്തുമാലയാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ ഇന്ധനമായിട്ട് കണ്ടാൽ മതി, പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ പോലെ.
നമ്മൾ ഭക്ഷിക്കുന്ന ചില സാധാരണ ഷുഗറുകൾ. ഗ്ലൂക്കോസ്, ഇത് തേനിലും മുന്തിരിയിലും കാണുന്നു. ഗാലക്ടോസ്, പാലിൽ. ഫ്രക്ടോസ്, തേനിൽ. ഇവരുടെ എല്ലാം മോളിക്കുലർ ഫോർമുല ഒന്ന് തന്നെയാണ്, C6H12O6. അതായത് ഇത് മൂന്നിൽ ഏതൊരു മോളിക്യൂൾ എടുത്താലും അതിൽ 6 കാർബൺ ആറ്റം, 12 ഹൈഡ്രജൻ ആറ്റവും 6 ഓക്സിജൻ ആറ്റവും കാണും. ഇവർ തമ്മിലുള്ള വ്യത്യാസം ഈ ആറ്റങ്ങളും ഗ്രൂപ്പുകളും വെച്ചിരിക്കുന്ന സ്ഥലത്തിലെ വ്യത്യാസമാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇവരാണ് ഏറ്റവും ചെറിയ കാർബോഹൈഡ്രേറ്റുകൾ. അതായത് ഇവരെ ഇനിയും വെള്ളമൊഴിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാൻ പറ്റില്ല. ഇതുപോലെയുള്ള ഏറ്റവും ചെറിയ കാർബോഹൈഡ്രേറ്റുകളെ മോണോസാക്കറൈഡ് എന്ന് വിളിക്കുന്നു. മോണോസാക്കറൈഡുകളെ നമുക്ക് വീട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടിക പോലെ കരുതാം, പലതരത്തിലുള്ള ഇഷ്ടികകൾ. ഇനി ഇവയെ ഓരോന്നിനെയും ഓരോ ടൈപ്പ് തീപ്പെട്ടിയായിട്ട് സങ്കല്പിച്ചാൽ ബാക്കിയുള്ള എല്ലാ കാർബോഹൈഡ്രേറ്റുകളും ഇതിൻ്റെ പലതരത്തിലുള്ള കൂട്ടങ്ങളാണ്. ഉദാഹരണത്തിന് നമ്മൾ കഴിക്കുന്ന സാധാരണ പഞ്ചസാര, അത് സൂക്രോസ് ആണ്. അത് ഒരു ഗ്ലൂക്കോസും ഒരു ഫ്രക്ടോസും യൂണിറ്റുകൾ ചേർന്നാണ് ഉണ്ടാകുന്നത്. മറ്റൊന്ന് ലാക്ടോസ്, ഇതിലൊരു ഗാലക്ടോസും ഒരു ഗ്ലൂക്കോസും. വേറൊന്ന് മാൾട്ടോസ്, അതിൽ 2 ഗ്ലൂക്കോസ് യൂണിറ്റുകളാണുള്ളത്. ഉദാഹരണത്തിന് ഇതൊരു പാലിൻ്റെ കവറാണ്. ഇതിൽ കാണിച്ചിരിക്കുന്ന ടോട്ടൽ കാർബോഹൈഡ്രേറ്റിൽ നല്ലൊരു ശതമാനവും ലാക്ടോസ് ആയിരിക്കും. ഇതുപോലെ കോടിക്കണക്കിന് ഗ്ലൂക്കോസ് മോളിക്യൂൾ ചേർന്നതാണ് ഒരു സ്റ്റാർച്ച് മോളിക്യൂൾ. പക്ഷേ എന്തിനിത്ര വെറൈറ്റി? നമുക്കിപ്പോൾ ഒരു റൂമിൽ ടാപ്പ് തുറന്നാൽ വെള്ളം കിട്ടണം. അപ്പോൾ എന്ത് ചെയ്തു? ഒരു ടാങ്ക് വീടിൻ്റെ മണ്ടയിൽ കൊണ്ടുവച്ചു. അപ്പോൾ ടാപ്പ് തുറക്കുമ്പോൾ ഗുരുത്വാകർഷണം കാരണം വെള്ളം വരുന്നു. ഇവിടെ നമ്മൾ പ്രകൃതിയുടെ നിയമങ്ങളെ നമ്മുടെ ആവശ്യത്തിനായി ഉപയോഗിച്ചു, അല്ലേ? അതുപോലെ എവല്യൂഷൻ, ജീവജാലകങ്ങൾ എവല്യൂഷനിലൂടെ കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് തരപ്പെടുത്തിയെടുത്ത ഓരോ സിസ്റ്റങ്ങളാണ് നമ്മൾ ഇന്ന് പ്രകൃതിയിൽ കാണുന്ന ഈ വൈവിധ്യം. ഇതൊന്നും മാജിക് അല്ല, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രത്തിൻ്റെ അത്ഭുതങ്ങളാണ്. നമ്മളെ തന്നെ എടുക്കാം. നമ്മൾ ചുമ്മാ നിവർന്ന് നിൽക്കുന്നത് പോലും ഒരു വലിയ സംഭവമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സ്റ്റാർച്ച്. ചെടികൾ രാവിലെ തൊട്ട് അവരുടെ അടുക്കളയിൽ, അതായത് ഇലകളിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ വെക്കാതെ അവർ സ്റ്റാർച്ച് രൂപത്തിലാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കാറ്. മൃഗങ്ങളിലും മനുഷ്യനുൾപ്പെടെ ഇതുപോലെ ബാക്കി വരുന്ന കാർബോഹൈഡ്രേറ്റ് ഗ്ലൈക്കജൻ രൂപത്തിലാണ് സൂക്ഷിച്ചു വയ്ക്കാറ്. അതുകൊണ്ടെന്താ, ഗ്ലൈക്കജനെ ആനിമൽ സ്റ്റാർച്ച് എന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റാർച്ചിനെ ഒരു മുത്തുമാല പോലെ സങ്കല്പിക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ പൊളിച്ച് എടുത്താൽ ഇതിൻ്റെ ഓരോ മുത്തും ഓരോ ഗ്ലൂക്കോസ് യൂണിറ്റുകളായിരിക്കും. കാര്യങ്ങൾ അത്ര സിമ്പിളാക്കാൻ വരട്ടെ. ഇതിൽ ഗ്ലൂക്കോസ് 2 രീതിയിലാണ് അടുക്കി വെച്ചിരിക്കുന്നത്. ഒന്ന്, മുത്തുമണികൾ നേരെ അറ്റം ചേർത്ത് വെച്ചിരിക്കുന്നു. ഇതാണ് അമിലോസ്. ഇവന്മാര് മൊത്തത്തിലുള്ള സ്റ്റാർച്ച് മോളിക്യൂളിൻ്റെ ഒരു 20% വരും. അടുത്തത് അമിലോപെക്റ്റിൻ. ഇതിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾ നേരെ അറ്റം തൊട്ട് അറ്റം മാത്രമല്ല, സൈഡ് കൊണ്ടും മറ്റ് ഗ്ലൂക്കോസ് മോളിക്യൂളുമായി ചേർച്ചയുണ്ട്. ഒരു സ്റ്റാർച്ച് മോളിക്യൂളിൻ്റെ 80% ഇതാണ്. സ്റ്റാർച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ അടുത്ത വീഡിയോ കാണുക. ഇനി സംഭവം ഇതാണ്. ഒരു നെല്ലിൻ്റെ സ്റ്റാർച്ച് മോളിക്യൂളിൻ്റെ സൈസ് 2 മൈക്രോമീറ്ററാണ്. അതായത് 1 മീറ്ററിൻ്റെ 10 ലക്ഷം കഷ്ണങ്ങളിൽ 2 കഷ്ണം. അതുകൊണ്ട് എനിക്ക് എന്തും പറയാം. ഇവിടെ പലതരം അരികളുടെ പോഷക ഗുണം താരതമ്യം ചെയ്തിരിക്കുന്നു. വെളുത്ത അരിയെക്കാട്ടിലും ഗുണമുണ്ട് തവിടോട് കൂടിയ അരിക്ക്.
ചുവന്ന അരിയിൽ അയണും സിങ്കും കൂടുതലാണ്. മറ്റൊന്ന്, പുഴുങ്ങലരിക്ക് പച്ചരിയെക്കാട്ടിലും ഗുണം കൂടും. കാരണം പുഴുങ്ങുന്ന സമയത്ത് ആവി തവിട്ടിലുള്ള ചില വിറ്റാമിനെയും മിനറലിനെയും എൻഡോസ്പേമിലേക്ക് തള്ളി നീക്കുന്നു. ഇത് അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും തമ്മിലുള്ള താരതമ്യമാണ്. ചില കാര്യങ്ങളിൽ അരിപ്പൊടിയും മറ്റു ചില കാര്യങ്ങളിൽ ഗോതമ്പ് പൊടിയുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ ഒന്ന് ഇരുത്തി നോക്കാൻ സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെല്ലിൽ കാണിക്കുന്ന ഓരോ പരിപാടിയും അതിൻ്റെ പോഷക മൂല്യത്തെ ബാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ നെല്ല് 4-5 പ്രാവശ്യം കഴുകുകയാണെങ്കിൽ പൊടിയുടെ കൂടെ വെള്ളത്തിൽ ചേരുന്ന മറ്റ് പല മൂലകങ്ങളും അതിൻ്റെ കൂടെ ഒഴുകിപ്പോകുന്നു. ഇനി തിളപ്പിച്ച വെള്ളത്തിൽ അരി പാചകം ചെയ്യുമ്പോൾ 7% പ്രോട്ടീൻ, 36-58% വരെ ക്രൂഡ് ഫാറ്റ്, 16-25% വരെ ക്രൂഡ് ആഷ്, 21% കാൽഷ്യം, 47-52% വരെ തയാമിൻ, 35-43% വരെ റൈബോഫ്ലാവിൻ, പിന്നെ 45-55% വരെ നയാസിൻ നഷ്ടപ്പെടും. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ കഞ്ഞിയിലാണ് ഇതെല്ലാം കലങ്ങിക്കിടക്കുന്നത്. ചുമ്മാതല്ലടേ. കഞ്ഞിയിൽ എല്ലാം ഇല്ലെങ്കിലും കുറേ അധികം ഉണ്ട്.